ഖുൽ നബിയെ പ്രഖ്യാപിക്കൂ, ഇന്നമാ അദ്ഉ റബ്ബി, തീർച്ചയായും ഞാൻ ദുആ ചെയ്യുന്നത് എൻ്റെ റബ്ബിനോട് മാത്രമാണ്, അവന് ഒരാളെയും പങ്കു ചേർക്കില്ല എന്ന് പറയൂ നബിയേ. ഇത് സമസ്തക്കാരുമായി ഏറ്റുമുട്ടിയപ്പോ KM മൗലവി മുതൽ ഇങ്ങോട്ടുള്ള നമ്മുടെ പൂർവ്വകാല നേതാക്കന്മാർ മുഴുവനും അവിടെ മലയാള രചനകളിൽ വ്യക്തമായി എഴുതി വെച്ചു, അദൃശ്യമായ കഴിവ് അല്ലാഹ്ക്ക് മാത്രം, അഭൗതികമായ കഴിവ് അല്ലാഹ്ക്ക് മാത്രം, കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമായ കഴിവ് അല്ലാഹു തആലാക്ക് മാത്രം, ഒരു പടപ്പിനുമില്ല. KM മൗലവിയുടെ അദ്ദുആ വൽ ഇബാദ എന്ന പുസ്തകത്തിന്റെ 5-6 പേജുകളിൽ KM മൗലവി റഹിമഹുല്ലാഹ് വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചു. PK മൂസ മൗലവി എഴുതി വെച്ചു. അമാനിയുടെ പരിഭാഷകളിൽ പല സ്ഥലത്ത് ആവർത്തിച്ചു പറഞ്ഞു. ഉമർ മൗലവി റഹിമഹുല്ലാഹയുടെ എല്ലാ ഗ്രന്ഥങ്ങളിലും, വിശിഷ്യ ഫാത്തിഹയുടെ തീരത്ത് എന്ന ഗ്രന്ഥത്തിലും ഉമർ മൗലവി റഹിമഹുല്ലാഹ് അത് രേഖപ്പെടുത്തി വെച്ച് കാണാൻ കഴിയും. അതേപോലെ കുഞ്ഞീദ് മദനിയുടെ തൗഹീദ് ഇസ്ലാമിന്റെ ജീവൻ എന്ന പുസ്തകത്തിലും തൗഹീദ് ഇസ്ലാമിന് അടിത്തറ എന്ന പുസ്തകത്തിലും ആവർത്തിച്ചെഴുതി, അഭൗതികമായ കഴിവ് അല്ലാഹു തആലാക്ക് മാത്രമേ ഉള്ളൂ, സൃഷ്ടികളിൽ ആർക്കുമില്ല, പടപ്പുകളിൽ ആർക്കുമില്ല, ഒരു മനുഷ്യനുമില്ല, ഒരു പടപ്പിനുമില്ല, ഒരു ജിന്നിനുമില്ല, ഒരു മലക്കിനുമില്ല, അത് പടച്ച റബ്ബിനു മാത്രം, മറ്റാർക്കുമില്ല. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് എന്നുമുള്ള പാരമ്പര്യം. ഇത് പറഞ്ഞപ്പോൾ അന്നത്തെ മുജാഹിദ് പ്രസ്ഥാന നേതാക്കന്മാർക്ക് ഒരു ഹദീസും തള്ളേണ്ടി വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ മലക്ക് കണ്ടു എന്നില്ലേ, അവിടെ ജിന്ന് ഇടപെട്ടു എന്നില്ലേ, അവിടെ ജിന്ന് ഉപദ്രവിച്ചു എന്നില്ലേ, ഇവിടെ സാഹിബ സഹായിച്ചു എന്നില്ലേ, അതുകൊണ്ട് ആ ഹദീസ് തള്ളണം എന്ന് അന്ന് പറയേണ്ടി വന്നിട്ടില്ല.